ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 6-ലെ യൂണിറ്റ് 3 ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്നതിലെ സെക്കൻഡ് ചാപ്റ്റർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. റൈറ്റ്ഫുൾ മീൻസ് യഥാർത്ഥ, ഇൻഹെറിറ്റേഴ്സ് അവകാശികൾ. ഈ ടൈറ്റിൽ മീൻ ചെയ്യുന്നത് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ, ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. നമുക്ക് പാഠം ഡിസ്കസ് ചെയ്യാം. When I became the owner of a tiny little piece of this wide earth, I felt very happy. ഈ വിശാലമായ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഉടമസ്ഥൻ ഞാനായപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറയാണ്. ഇവിടെ ഈ ഐ എന്ന് പറയുന്നത് ഓണർ ഇറ്റ് സെൽഫാണ്. ഇറ്റ് വാസ് എ 2-acre plot with coconut palms and an old house where we could live. അതൊരു 2 ഏക്കർ സ്ഥലമായിരുന്നു. അതിലെന്തൊക്കെയാണ് ഉള്ളത്? കോക്കനട്ട് പാംസ്, തെങ്ങുകളും, അതുപോലെ തന്നെ ഓൾഡ് ഹൗസ് വർക്ക് വി കുഡ് ലിവ്, അവർക്ക് താമസിക്കാൻ പറ്റിയ രീതിയിലൊരു വീടുമാണ് അതിലുണ്ടായിരുന്നത്. ദോസ് were the days when the price of the coconut was going up and I was in high spirits at the thought of the palm ladens with coconuts. അന്നത്തെ ആ സമയം എന്ന് പറയുന്നത് തേങ്ങകൾക്കൊക്കെ വലിയ വില കുതിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. എന്തിന്? തേങ്ങയിൽ നിന്ന് കിട്ടുന്ന ആദായത്തെ ഓർത്ത്. ബട്ട് ദെൻ കെയിം ദ ട്രെസ്പാസേഴ്സ്. പിന്നീട് അവർ വരാൻ ട്രെസ്പാസേഴ്സ്. ട്രെസ്പാസേഴ്സ് മീൻസ് അതിക്രമിച്ച് കടന്നു കയറുന്നവർ, സമ്മതം ചോദിക്കാതെ കടന്നു കയറുന്നവരായി ട്രെസ്പാസേഴ്സ്. ദേ ഡിഡ് നോട്ട് കെയർ അബൌട്ട് ദ ഫെൻസ് വി ഹാഡ് പുട്ട് അപ്പ് ദ ബൗണ്ടറി. അവർ അതിർത്തിയിൽ ഞങ്ങൾ കെട്ടിയിട്ടുള്ള ഫെൻസ് എന്ന് പറയുന്ന മതിലൊന്നും കാര്യമാക്കിയില്ല. മോറോവർ ദേ ഡിഡ് നോട്ട് സീം ടു ബി ഓൾ അഫ്രൈഡ് ഓഫ് മൈ വാച്ച് ഡോഗ് ഷാൻ. അതുപോലെ തന്നെ എൻ്റെ വാച്ച് ഡോഗ് ഷാൻ എന്ന് പറയുന്ന വാച്ച് ഡോഗിനെ അവർ യാതൊരു തരത്തിൽ പേടിപ്പെടുത്തുന്നതായിട്ടും തോന്നിയില്ല. അതായത് അവർക്ക് അതിനൊന്നും പേടി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദേ ഡിഡ് നോട്ട് സീം ടു കെയർ ഫോർ എനി വൺ ഇൻ ദ വേൾഡ്, നോട്ട് ഈവൻ ദ ഗവൺമെൻറ്. അവർ ഈ ലോകത്ത് ആരെയും കാര്യമായിട്ട് എടുത്തില്ല. നോട്ട് ഈവൻ ദ ഗവൺമെൻറ്റിനെ പോലും. ഇനി ആരൊക്കെയാണ് ട്രെസ്പാസേഴ്സ് എന്ന് പറയാണ്. ദ ഫസ്റ്റ് അറൈവൽസ് വർ ദ ബേർഡ്സ് ആൻഡ് ദ ബട്ടർഫ്ലൈസ്. ആദ്യം വന്നത് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ആയിരുന്നു, പക്ഷികളും അതുപോലെ തന്നെ പൂമ്പാറ്റകളുമായിരുന്നു. എ വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ആൻഡ് സോ മെനി ബട്ടർഫ്ലൈസ്. വൈഡ് വെറൈറ്റി ഓഫ് ഒരുപാട് പലതരത്തിലുള്ള ബേർഡ്സും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസുമാണ് ഫസ്റ്റ് വന്നത്. പേർച്ച്ഡ് ഓൺ ദ ബോസ് ദ ബേർഡ്സ് ചിപ്ഡ് ആൻഡ് ഓൺ. അവർ പേർച്ച്ഡ് ഓൺ ദ ബോസ് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ മരച്ചില്ല, മരത്തിൻ്റെ ചില്ലകളിൽ അവർ ഇരുന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുക. ചിർപ്പിഡ് മീൻസ് ബേർഡ്സിൻ്റെ ക്രൈ ആണ് ചിർപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ദ ബട്ടർഫ്ലൈസ് ഫ്ലറ്റേർഡ് അറൗണ്ട് ദ കോർട്ട്യാർഡ് ഫ്ലാഷിംഗ് ദ കളേഴ്സ് ഇൻ ദ സൺലൈറ്റ്. ബട്ടർഫ്ലൈസ് അവിടെ ഇവിടെയും കോർട്ട്യാർഡിലൊക്കെ പാറി നടന്നു എന്നാണ് പറയുന്നത്. ദെൻ കെയിം ദ ക്രോസ്. പിന്നെ ആരാണ് വരുന്നത്? ക്രോ. ദ റാക്കസ് കോയിങ് വാസ് അൺബിയറബിൾ ദാൻ ദ റാക്കറ്റ് ഓഫ് ദി അതർ ബേർഡ്സ്. ഇവിടെ ഈ റാക്കസ് കോയിങ് എന്ന് പറയുന്നത് ക്രോ ഉണ്ടാക്കുന്ന ആ ശബ്ദമാണ്. അതെന്താണെന്നാണ് പറയുന്നത്? മറ്റ് പക്ഷികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിനേക്കാൾ അൺബിയറബിൾ, സഹിക്കാൻ കഴിയാത്തതായിരുന്നു. ബട്ട് ദ വേഴ്സ് വാസ് ദാറ്റ് ദേ മിസ്ഡ് നോ ചാൻസ് ടു സ്വൂപ്പ് ഡൗൺ അവർ ഹെൻസ് ആൻഡ് ചിക്സ്. ബട്ട് ഇതിലേറ്റവും മോശമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ താഴെയുള്ള ഞങ്ങളുടെ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും കൊത്തി തിന്നാൻ ഒരവസരവും പാഴാക്കിയിരുന്നില്ല. നെക്സ്റ്റ് ടു അറൈവ് വാസ് ദ ഹോക്സ്. ഇവിടെ ഈ ഹോക്സ് എന്ന് പറയുന്നത് പരുന്താണ്. ബേർഡ്സ് ദാറ്റ് പേർച്ച്ഡ് ഓൺ അവർ കോക്കനട്ട് പാംസ്. തെങ്ങിൻ മുകളിൽ വന്ന് ഇരുന്ന പരുന്താണ് നെക്സ്റ്റ് ട്രെസ്പാസേഴ്സ്. ഹൗവർ വൈൽ ദേ സാറ്റ് ഇൻ ദ ഹയർ പ്ലെയിൻസ് ദെയർ എയിം വർ ജസ്റ്റ് എസ് ലോ ഡൗൺ ഇൻ ദ ഡസ്റ്റ്. അവർ മേലെയാണ് ഇരിക്കുന്നതെങ്കിലും അവരുടെ എയിം എന്ന് പറയുന്നത് താഴെയാണ്. കാരണം താഴെയാണ് കോഴിക്കുഞ്ഞുങ്ങളും കോഴികളും ഉള്ളത്. അവരെ നോട്ടം ഇട്ടിട്ടാണ് ഈ പരുന്തുകളും കാക്കകളും ഇരിക്കുന്നത്. ദ ഹോക്സ് ആൻഡ് ദ ക്രോസ് ഹാഡ് ദ സെയിം അജണ്ട വൈൽ ദേ വാച്ച്ഡ് ആൻഡ് വെയിറ്റ്. ഈ പറയുന്ന രണ്ടുപേർക്കും, ക്രോ ആൻഡ് ഹോക്സ്, പരുന്തിനും കാക്കക്കും സെയിം അജണ്ടയാണ്. നോർ ദ വർ എലോൺ. അവർ മാത്രമായിരുന്നില്ല. ദ വർ മംഗൂസസ് ഇൻ ദ ബാംബൂ തിക്കറ്റ് ആൻഡ് ദ വർ ഫോക്സസ് ഇൻ ദ ഷ്രബ് ക്ലോസ് ബൈ റെഡി ടു പൗൺസ് ഓൺ ദ ഹെൻസ്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? മംഗൂസസ് മീൻസ് കീരി. ഇൻ ദ ബാംബൂ തിക്കറ്റ്, മുളങ്കാടുകളിലുള്ള കീരിയും, അതുപോലെ തന്നെ ഫോക്സസ് ഇൻ ദ ഷ്രബ്സ്, ഒളിഞ്ഞിരുന്ന് ചാടാൻ വേണ്ടിയിട്ടും ഹെൻസിൻ്റെ മേലേക്കൊക്കെ ചാടാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന ഫോക്സസും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദർ വർ റാറ്റ്സ്. അതുപോലെ തന്നെ റാറ്റ്സും ഉണ്ടായിരുന്നു. റാറ്റ്സ് ഓഫ് കോഴ്സ് വർ ഫൗണ്ട് എവരിവെയർ. ഈ റാറ്റ്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും കാണപ്പെടുമല്ലോ, അതെല്ലായിടത്തും കണ്ടുവന്നിരുന്നു. ഈവൻ ആസ് ഐ വണ്ടേർഡ് വാട്ട് റൈറ്റ് ഓൾ ദീസ് ക്രിയേച്ചേഴ്സ് ഹാഡ് ടു ബി ഓൺ മൈ ലാൻഡ്
There arrived a fierce creature without paws or wings, a cobra. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്കൊക്കെ എന്ത് അധികാരമാണ് എൻ്റെ ലാൻഡിലുള്ളതെന്ന് ഓണറിന് തോന്നിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴാണ് അവിടെ വന്നത് എ ഫിയേഴ്സ് ക്രിയേച്ചർ. ഫിയേഴ്സ് പറഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന, വിത്തൗട്ട് പോസ് ഓർ വിങ്സ്, ചിറകുകളും കാലുകളൊന്നും ഇല്ലാണ്ട് ഒരു ക്രിയേച്ചർ അപ്പോഴാണ് കാണുന്നത്. എന്താണ്? എ കോബ്ര, ഒരു മൂർഖൻ. ഇറ്റ് സ്റ്റുഡ് ബിഫോർ മീ ഡിഗ്നിഫൈഡ് മജസ്റ്റിക്, ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട്. അതെൻ്റെ മുന്നിൽ നിന്നു എങ്ങനെ? പേടിയില്ലാത്ത രീതിയിൽ രാജകീയമായി അതിൻ്റെ പത്തി വിടർത്തിക്കൊണ്ട് നിന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഹിസ്ഡ് ആസ് ഇഫ് ആസ്കിങ് മീ വാട്ട് ബിസിനസ് ഐ ഹാഡ് ഓൺ ദിസ് ലാൻഡ്. അതെൻ്റെ നേരേക്ക് ചീറ്റിക്കൊണ്ട് ചോദിക്കുന്നത് പോലെ തോന്നി. നിനക്ക് എന്ത് അവകാശമാണ് എൻ്റെ ലാൻഡിലെന്ന് ചോദിക്കുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത്. ഡിഡ്ന്റ് ഇറ്റ് നോ ദാറ്റ് ഐ വാസ് എ ന്യൂ ഓണർ. അതിനറിയില്ലേ ഞാനാണ് ഇതിൻ്റെ പുതിയ ഓണറെന്ന്. യു ഹാഡ് ബെറ്റർ ലീവ് മൈ 2 acre ലാൻഡ് അറ്റ് വൺസ്, ഐ സെഡ്. നിനക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്, ഞാൻ പറഞ്ഞു. ബട്ട് ദെൻ വേർ കുഡ് ഇറ്റ് ഗോ? പക്ഷേ അതെവിടെ പോവും? ഹാഡ് ഇൻ ദ ഹോൾ എർത്ത് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ്? ഈ ലോകം മുഴുവൻ കുറേശ്ശെ ആയിട്ട് മനുഷ്യർ കൈയടക്കി വച്ചിരിക്കുകയല്ലേ. അപ്പോൾ ആ പാവം ക്രിയേച്ചേഴ്സൊക്കെ എവിടെ പോവും എന്ന് ഈ ഓതർ ചിന്തിക്കുകയാണ്. മൈ വൈഫ് സെഡ് ദ ജാക്ക് ഫ്രൂട്ട് ഹാസ് റൈപ്പൻഡ്, സ്ക്യൂറൽസ് ആൻഡ് ക്രോസ് ആർ ഫീസ്റ്റിംഗ് ഓൺ ഇറ്റ്. എൻ്റെ ഭാര്യ പറഞ്ഞു, ജാക്ക് ഫ്രൂട്ട്, ചക്കകളൊക്കെ റൈപ്പൻഡ്, പാകമായിട്ടുണ്ട്. സ്ക്യൂറൽസ് ആൻഡ് ക്രോസ് ആർ ഫീസ്റ്റിംഗ് ഓൺ ഇറ്റ്. സ്ക്യൂറൽസും ക്രോസൊക്കെ അത് ഫീസ്റ്റ് പറഞ്ഞാൽ വിരുന്നെന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്, കഴിക്കുന്നുണ്ട് എന്നാണ്. ദ ഗോവാസ് ആൻഡ് മാംഗോസ്, അതുപോലെ തന്നെ ഗോവാസ് ആൻഡ് മാംഗോസ്, ഇത് രണ്ടും പേരയ്ക്കയും മാങ്ങയും ഒക്കെ റൈപ്പൺ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബേർഡ്സ് ആൻഡ് ബാഡ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവറിത്തിങ്. പക്ഷികളും അതുപോലെ തന്നെ ഈ വവ്വാലുകളും എല്ലാം കഴിക്കുകയാണെന്ന് പറയാണ്. ബട്ട് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, ഐ റിപ്ലൈഡ്. അതാണ് അതിൻ്റെ ഭംഗി എന്ന് ഞാൻ റിപ്ലൈ കൊടുക്കണം. ഇവിടെ ഈ ഞാനെന്ന് പറയുന്ന ഓതനാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്, ഫ്രൂട്ട്സ്, എഡിബിൾ റൂട്ട്സ്, ഗ്രാസ്, ഗ്രീൻ, ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, വാംത്ത്, ലൈറ്റ്. ദൈവം ഈ ഭൂമിയിൽ വെറൈറ്റി ഓഫ് തിങ്സ് സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് പലതരത്തിലുള്ള കാര്യങ്ങൾ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, പഴങ്ങൾ, കഴിക്കാൻ പറ്റുന്ന വേര്, പുല്ല്, ധാന്യം, പൂക്കൾ, വെള്ളം, വായു, ചൂട്, ലൈറ്റ്, ഇതെല്ലാം അതിൽ പെട്ടതാണ്. നൗ while we are the owners of this land, without a doubt the birds, beasts, reptiles and insects too have the right to these things just as we have. ഇപ്പോൾ ഈ ഭൂമിയുടെ ഓണർ നമ്മളായിരിക്കെ ഒരു സംശയമില്ലാതെ പറയാം, എന്ത്? ബേർഡ്സ്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും അതുപോലെ തന്നെ പ്രാണികൾക്കും ഒക്കെ നമുക്കുള്ളതുപോലെ തന്നെ അവകാശം ഈ ഭൂമിയിൽ അവർക്കും ഉണ്ടെന്ന് പറയാണ്. God has made them all for the creatures and we had better remember that occasionally. ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയത് എല്ലാ ക്രിയേച്ചേഴ്സിനും വേണ്ടിയിട്ടാണ്. ഭൂമിയിലുള്ള എല്ലാ ക്രിയേച്ചേഴ്സിനെയും കണ്ടിട്ടാണ് ദൈവം ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതൊന്ന് നല്ലതായിരിക്കും എന്ന് ഓതർ ഭാര്യയ്ക്ക് റിപ്ലൈ കൊടുക്കുകയാണ്. ആർ യു സെയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ, മൈ വൈഫ് ആസ്ക്ഡ്. അപ്പോൾ ഈ ഭാര്യ തിരിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് ഈ റാറ്റ്സിനും സെയിം റൈറ്റ് ഉണ്ട് എന്നാണ്, അവകാശം ഉണ്ട് എന്നാണോ? ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻസ് ഹാവ് എനി. അവരുടെ വിചാരം മനുഷ്യർക്ക് ഇതിനൊന്നും അവകാശമില്ല എന്നാണെന്ന് ഭാര്യ റിപ്ലൈ കൊടുക്കുകയാണ്. ദേ ഗോ ആസ് ത്രൂ ദ എർത്ത് ബിലോങ്സ് ടു ദം. ഈ ഭൂമി അവരുടേതാണെന്ന വിചാരത്തിലാണ് അവർ നടക്കുന്നത്. ഷീ സെഡ്, ഭാര്യ പറയാണ്. സോ വി ഗോ എറൗണ്ട് കില്ലിങ് ദം. അതുകൊണ്ട് നമ്മളതിനെ കൊല്ലാൻ നടക്കുന്നു. ഹൗ സാഡ് ദാറ്റ് വി കിൽ റാറ്റ്സ് ടു ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. നമ്മുടെ ജീവിതം ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ റാറ്റ്സിനെ കൊല്ലുന്നു എന്ന് പറയുന്നത് എന്തൊരു ദുഃഖകരമായ കാര്യമാണ്. വാട്ട് വി നീഡ് ഈസ് എ ന്യൂ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്, എ ന്യൂ വേ ദാറ്റ് ഹെൽപ്സ് us ടു ലിവ് വിത്തൗട്ട് കില്ലിങ് എനി ലിവിങ് ക്രിയേച്ചർ. അപ്പം ഓതർ പറയാണ്, എന്ത്? നമുക്കൊരു പുതിയ സയൻറ്റിഫിക് വേ കാണണം. എന്തിന്? ജീവിക്കാൻ വേണ്ടി നമുക്ക് പുതിയൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വഴി കണ്ടെത്തണം. അതായത് ആരെയും കൊല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിനുവേണ്ടൊരു വഴി കണ്ടെത്തണമെന്ന് ഓതർ പറയാണ്. എനിവേ ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിങ് റാറ്റ്സ് ഓർ എനിത്തിങ് എൽസ്. അപ്പോൾ ഓതർ പറയുന്നത്, എന്തൊക്കെയായാലും എനിക്ക് ആരെയും കൊല്ലുന്നത് ഇഷ്ടമല്ല. അതിനൊരു റാറ്റായാലും എന്തായാലും ഏതൊരു ക്രിയേച്ചറിനെ കൊല്ലുന്നതും എനിക്കിഷ്ടമല്ല എന്ന് പറയാണ്. വൈൽ വാട്ട് സോ ഹൗഎവർ ഐ ഹാഡ് ടു ഡു സംതിങ് സൂൺ എബൌട്ട് അവർ കോക്കനട്ട്സ്. പക്ഷേ
എനിക്കാരെയും കൊല്ലുന്നത് ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഞങ്ങൾ തെങ്ങുകൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം തെങ്ങിൽ നിന്ന് ഇളനീർ കുലകൾ ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാണ്. വി നീഡഡ് ദം, ഞങ്ങൾക്കത് അത്യാവശ്യമാണ്. ദ ഫോംഡ് എ പാർട്ട് ഓഫ് അവർ ഡെയിലി ഫുഡ്, ബട്ട് വാട്ട് കുഡ് ഐ ഡു, ഐ വണ്ടേർഡ്. ഈ തെങ്ങുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഫുഡ് കഴിക്കാനൊക്കെ നമുക്കത് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഓദർ പറയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഐ വണ്ടേർഡ്. വൈൽ ഐ വാസ് വണ്ടറിങ് മൈ വൈഫ് ഡിസൈഡഡ് ടു ടേക്ക് തിങ്സ് ഇൻ ടു ഹെർ ഓൺ ഹാൻഡ്സ് വൺ ഡേ. അപ്പോൾ ഞാനിങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഭാര്യ അവളുടെ കയ്യിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ഇതിനെതിരെ എന്തെങ്കിലും, ഈ റാറ്റ്സിൻ്റെ ശല്യം മാറാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യ തീരുമാനിച്ചു എന്ന് പറയാണ്. ഷീ വെൻ ഷോപ്പിംഗ് ഫോർ 2 hours ആൻഡ് ബോട്ട് മെനി തിങ്സ്. അവൾ ഷോപ്പിങ്ങിന് 2 മണിക്കൂർ ഷോപ്പിങ്ങിന് പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വന്നു. വൺ വാസ് എ ലാർജ് ടിൻ ഓഫ് റാറ്റ് പോയിസൺ. അതിൽ വലിയൊരു ടിൻ റാറ്റ് പോയിസൺ, എലിവിഷം ആയിരുന്നു. ദ പോയിസൺ വാസ് മിക്സ്ഡ് വിത്ത് ബനാന, റൈസ്, ടാപ്പിയോക്ക ആൻഡ് ലെഫ്റ്റ് എവരിവെയർ ഇൻ ദ കോമ്പൗണ്ട്. എന്നിട്ട് ഈ പോയിസൺ ബനാന, അതുപോലെ റൈസ്, ടാപ്പിയോക്ക എന്നിവയിലേക്ക് ചേർത്തിട്ട് കോമ്പൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടു. ഇൻ 4 days 5 hens, 12 squirrels, 200 rats ആൻഡ് എ cat disappears. അങ്ങനെ 4 ദിവസത്തിനുള്ളിൽ 5 കോഴികളെയും 12 അണ്ണാൻകുഞ്ഞുങ്ങളെയും 200 റാറ്റ്സിനെയും അതുപോലെ തന്നെ ഒരു ക്യാറ്റിനെയും ഡിസപ്പിയേർഡ്, കാണാതായി എന്നാണ് പറയുന്നത്. കാണാതായി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡൈഡ് എന്നുള്ള മീനിങ് ആണ്. ബട്ട് ദ ടെൻഡർ കോക്കനട്ട്സ് വെൻസ് ഓൺ ഫാളിങ്. പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിലും ടെൻഡർ കോക്കനട്ട്സ് ഫാൾ ചെയ്തുകൊണ്ടേയിരുന്നു, വീണുകൊണ്ടേയിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. എവ്രി വൺ നൗ അക്യൂസ് ദ ഔൾസ്. അപ്പോൾ എല്ലാവരും മൂങ്ങകളെ കുറ്റം പറയാൻ തുടങ്ങി. ദ പെർക്ക് അറ്റ് ദ ടെൻഡർ കോക്കനട്ട്സ്. അവരത് കൊത്തി താഴെ ഇടുകയാണെന്ന് പറയാണ്. എ ഫ്യൂ മന്ത്സ് ലേറ്റർ ഹൗവർ ദ റിയൽ കൾപ്രിറ്റ്സ് വർ ഫൗണ്ട് ഔട്ട്, ദ ബാഡ്സ്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെടുകയാണ്. കൾപ്രിറ്റ് മീൻസ് കുറ്റവാളി. ആരാണ് യഥാർത്ഥ കുറ്റവാളി? ദ ബാഡ്സ്. ഈ ബാഡ്സ്, വവ്വാലുകളാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് കണ്ടുപിടിക്കുകയാണ്. ആഫ്റ്റർ ഡസ്ക് ഹ്യൂജ് ബാഡ്സ് കെയിം ഇൻ സ്വാൻസ് ആൻഡ് ഫ്ലൂ സ്ട്രേറ്റ് ടു ദ പാംസ് ഫോർ ദ ടെൻഡർ കോക്കനട്ട് ഹാങ്. ഡസ്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം. അങ്ങനെ സന്ധ്യാസമയം കഴിഞ്ഞാൽ വലിയ ബാഡ്സ് കൂട്ടമായിട്ട് പറന്ന് വന്നിട്ട് ഈ ടെൻഡർ കോക്കനട്ട്സ് ഉള്ള തെങ്ങുകളിൽ ആടിക്കിടക്കും. ഹങ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കും. Clinging to the outer coverings of the coconuts, they ground into them from the softest sides of the top. When they had cut through the kernel within, they sucked out the sweetest nourishing water stored in the inside and flew away satisfied. അങ്ങനെ അവരെന്താണ് ചെയ്യുന്നത്? ക്ലിങ്ങിങ് എന്ന് പറഞ്ഞാൽ പറ്റി പിടിച്ചിരിക്കുക. അങ്ങനെ ആ കോക്കനട്ട്സിൻ്റെ ഔട്ടർ കവറിങ്സിൽ അവർ പറ്റി പിടിച്ചിരുന്നു കൊണ്ട് അതിൻ്റെ ഉള്ളിലെ ആ സോഫ്റ്റസ്റ്റ് സൈഡ് തുരന്നുകൊണ്ട് അവരതിൻ്റെ ഉള്ളിലെ വെള്ളം കുടിക്കും. എന്നിട്ട് ആ വെള്ളം കുടിച്ചിട്ട്, ഉന്മേഷകരമായ വെള്ളം കുടിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ പറന്നു പോകും. അതാണ് അവർ ദിവസവും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ടെൻഡർ കോക്കനട്ട്സ് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നത്. ലെറ്റസ് ബൈ എ ഗൺ സെയ്ഡ് മൈ വൈഫ്. നമുക്കൊരു തോക്ക് വാങ്ങാം, എൻ്റെ ഭാര്യ പറഞ്ഞു. വി ക്യാൻ ഷൂട്ട് ദ ബാഡ്സ്. നമുക്ക് ആ ബാഡ്സിനെയൊക്കെ ഷൂട്ട് ചെയ്യാം. ദ ഫോക്സസ് ആൻഡ് ദ പോൾ ക്യാറ്റ്സ് വിത്ത് ഇറ്റ്. അതുപോലെ തന്നെ ഫോക്സസിനെയും ക്യാറ്റ്സിനെയും ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. നോട്ട് മീ, ഐ സെഡ്. ഞാനില്ല, ഞാൻ പറഞ്ഞു. ഗൺസ് ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. ഗൺസ് കണ്ടുപിടിക്കാനേ പാടില്ലായിരുന്നു, ഓദർ പറയാണ്. ബട്ട് അലാസ് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ മൈ വൈഫ്സ് കസിൻ ടേൺഡ് അപ്പ് വിത്ത് എ ഗ്രീം ലുക്കിംഗ് ഗൺ. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ വൈഫിൻ്റെ കസിൻ ഒരു ഗണ്ണുമായിട്ട് വരികയാണ്. ഹീ സെഡ് നിയർലി 3000 കോക്കനട്ട്സ് ആർ ഡിസ്ട്രോയിഡ് എവറി ഡേ. അവനെന്താ പറയുന്നത്? ഏകദേശം 300ഓളം തേങ്ങകളാണ് ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദീസ് ബാഡ്സ് ആർ ദി പെസ്റ്റ്. ഈ ബാഡ്സ് ആണ്, അതായത് ഈ വവ്വാലുകളാണ് ശല്യങ്ങൾ എന്ന് പറയാണ്. ബട്ട് ദർ ഈസ് നോ പോയിന്റ് ഇൻ ഷൂട്ടിംഗ് ബാഡ്സ് ഡൗൺ അറ്റ് ദിസ് സ്പോട്ട്. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ വവ്വാലുകളെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല. ഓൺ എ ലിറ്റിൽ ഐലൻഡ് നിയർ ബൈ സ്റ്റാൻഡ്സ് ആൻ ഓൾഡ് ടെമ്പിൾ. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു തുരുത്ത്, ഈ ഐലറ്റ് എന്ന് പറയുന്നത് തുരുത്ത് എന്ന മീനിങ് ആണ്. അതിൻ്റെ അടുത്തൊരു പഴയ ക്ഷേത്രമുണ്ട്. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് ബനിയൻ ട്രീസ്. അതിൻ്റെ അടുത്തായിട്ട് പെയർ ഓഫ് ബനിയൻ ട്രീസ്, 2 ബനിയൻ ട്രീസ്, ആൽമരമുണ്ട്. യു ക്യാൻ സീ അറ്റ്ലീസ്റ്റ് 3000 ബാഡ്സ് ഹാങ്ങിങ് ഓൺ ദ ട്വിഗ്സ് ഓഫ് ദി ബനിയൻ ട്രീ. നമുക്കതിൽ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയതൊരു 3000 വവ്വാലുകളെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഐ ആം ഗോയിങ് ടു കിൽ ദം ഓൾ. ഞാൻ അതിനെല്ലാം കൊല്ലാൻ പോവുകയാണെന്ന് പറയാണ്. ഐ പ്രേഡ് ഫെർവൻ്റ്ലി. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഈ ഞാൻ ആരാണ്? ഓദറാണ്, വൈക്കം മുഹമ്മദ് ബഷീർ സാറാണ്. ഓ ബാഡ്സ്, ബാഡ്സ് സേവ് യുവർ ലൈവ്സ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്?
ബാഡ്സ്, വവ്വാലുകളെ നിങ്ങൾ നിങ്ങളെ ജീവൻ രക്ഷിക്കൂ. ഇറ്റ് വാസ് അസ്റ്റോണിഷിങ്. അസ്റ്റോണിഷിങ് മീൻസ് അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇറ്റ് വാസ് എ മിറാക്കിൾ. അതൊരു അത്ഭുതമായിരുന്നു. ദ ബാഡ്സ് വേർ സേവ്ഡ്. ആ വവ്വാലുകളെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു. മൈ വൈഫ് ആൻഡ് ഹർ കസിൻ കെയിം ബാക്ക് ഇൻ അബൌട്ട് 2 hours ടൈം ലുക്കിംഗ്ലി റിയലി സ്കെയേർഡ്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം എൻ്റെ ഭാര്യയും അവളുടെ കസിനും തിരിച്ചു വന്നു. അവർ ഭയങ്കര പേടിച്ച് രീതിയിലാണ് തിരിച്ചു വന്നത്. മൈ വൈഫ് സെഡ്, എൻ്റെ ഭാര്യ പറഞ്ഞു, വി ജസ്റ്റ് മാനേജ് ടു എസ്കേപ്പ് നാരോവിലി. ഞങ്ങൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് പറയാണ്. ദർ ആർ സം ഹൗസസ് അറൗണ്ട് ദ ടെമ്പിൾ. ആ ടെമ്പിളിന് ചുറ്റും കുറച്ച് വീടുകൾ ഉണ്ട്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ പ്ലേസ് 100 people വിത്ത് വെപ്പൺസ് സറൗണ്ടഡ് അസ് വിത്തിൻ മിനിറ്റ്സ്. ഞങ്ങൾ ആ സ്ഥലത്തെത്തിയപ്പോഴേക്കും 100ഓളം പേര് ഞങ്ങളെ വട്ടം ചുറ്റി നിന്നു. വിത്ത് വെപ്പൺസ്, ആയുധങ്ങളുമായിട്ട്. ദേ ലുക്ക്ഡ് മെനൈസിങ്. അവർ കണ്ടാൽ ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുന്നവരായിരുന്നു. ഇഫ് വി ഷോട്ട് അറ്റ് ദ ബാറ്റ്സ് ദേ സെഡ് ദേ വുഡ് കിൽ അസ്. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ആ വവ്വാലുകളെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഞങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞു എന്ന് ഭാര്യ ഓദറിനോട് പറയാണ്. ഡു യു നോ വൈ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുക. ദേ ബിലീവ് ദാറ്റ് ദ ബാറ്റ്സ് ആർ ദി സോൾസ് ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ്. കാരണം എന്താ? അവർ ആ പ്രദേശത്തുള്ളവർ വിചാരിച്ചിരിക്കുന്നത് ഈ ബാറ്റ്സ്, ഈ വവ്വാലുകൾ എന്ന് പറയുന്നത് ദ സോൾസ് ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ്, അവരുടെ മുൻഗാമികളുടെ ആത്മാക്കളാണ് ഈ ബാറ്റ്സ് എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഈ ഭാര്യ ഓദറായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറയാം. ഐ ടുക്ക് എ ഡിസിഷൻ ദെൻ ഐ സെഡ് ഫേംലി. അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഉറപ്പിച്ച് പറഞ്ഞു, ബാറ്റ്സ് ആർ നോ ആൻസിസ്റ്റേഴ്സ് ഓഫ് അവേഴ്സ്. ബാറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒന്നുമല്ല. ബട്ട് ദേ ആർ അമംഗ് ദി ഗോഡ്സ് കൗണ്ട്ലെസ് ക്രിയേഷൻസ്. പക്ഷേ അവർ ഗോഡിൻ്റെ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിയേഷൻസിലെ ഒരു ഭാഗമാണ്. ലെറ്റ് ദ കോക്കനട്ട്സ് ബി ഡിസ്ട്രോയിഡ്. ആ കോക്കനട്ട്സ് ഒക്കെ നശിച്ച് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ അവർ നശിപ്പിക്കാനുള്ള അതൊക്കെ അങ്ങനെ ആയി പൊയ്ക്കോട്ടെ. ദാറ്റ് ഡിഡ്സൻ മാറ്റർ. അതൊന്നും കാര്യമാക്കണ്ട. ലെറ്റ് ആസ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ടേക്കൺ ദെയർ ഷെയർ. അവരുടെ ഷെയർ എടുത്തതിന് ബാക്കി മിച്ചം വന്നത് മാത്രം നമുക്ക് മതി എന്ന് ഓദർ പറയാണ്. ദേ സെർട്ടൻലി ഹാവ് എ റൈറ്റ് ടു ദ കോക്കനട്ട്സ്. അവർക്ക് തീർച്ചയായിട്ടും ആ കോക്കനട്ട്സിലൊക്കെ റൈറ്റ്സ് ഉണ്ട്. ഓൾ ലിവിങ് ബീയിങ്സ് ആർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. കാരണം എന്താണ്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുമാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയാൻ. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ, ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. അപ്പോൾ ആരാണ് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്? ഓൾ ലിവിങ് ബീയിങ്സ് ആർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത്. എല്ലാ ജീവജാലങ്ങളുമാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയാണ്. അപ്പോൾ ഈ സ്റ്റോറി ഭയങ്കര സിമ്പിളാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.